ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. മുഷ്ടി ചുരുട്ടി ശരണം വിളിക്കാൻ പാടില്ലായിരുന്നുവെന്നും അത് അറിയാതെ സംഭവിച്ചു പോയ ഒന്നാണ് എന്നും PS പ്രശാന്ത് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും സംയുക്തമായി നടത്തിയതിനു ശേഷം NSSും SNDPയും സർക്കാരിന് പരിപൂർണമായ പിന്തുണ തുറന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നമ്മോടൊപ്പം ചേരുകയാണ്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം ബോർഡ് യോഗമൊക്കെ ചേർന്ന് ഒരു വിലയിരുത്തൽ നടത്തി കാണും. എന്താണ് വിലയിരുത്തൽ? അല്ല, ഞങ്ങളുടെ വിലയിരുത്തൽ ആഗോള അയ്യപ്പ സംഗമം ലക്ഷ്യം കണ്ടു എന്ന് തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയ വിവാദങ്ങൾക്കൊന്നും ഞങ്ങൾ മറുപടി പറയേണ്ട കാര്യമില്ല. സത്യത്തിൽ NSSൻ്റെയും SNDPയുടെയും KPMSൻ്റെയും അങ്ങനെ ഒട്ടനവധി ഏതാണ്ട് 29ഓളം സാമുദായിക സംഘടനകളുടെ പൂർണ്ണ സപ്പോർട്ട് തുടക്കം മുതലേ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും നന്നായി നമുക്ക് വിജയിപ്പിക്കുവാൻ സാധിച്ചത്. അതിനുശേഷം ഒരു ബദൽ സംഗമം പന്തളത്ത് നടന്നു. ആ പരിപാടി എങ്ങനെ വിലയിരുത്തും? അല്ല, അതൊരു രാഷ്ട്രീയ പരിപാടിയായി മാറി, അല്ലെങ്കിൽ അതൊരു പ്രതിഷേധ സംഗമമായി മാറി എന്നതിനപ്പുറം ശബരിമലയുടെ വികസനത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് അവർ തന്നെ വിലയിരുത്തേണ്ട ഒരു സംഗതിയാണ്. ഞങ്ങൾക്ക് സത്യത്തിൽ ആളിറക്കണമെങ്കിൽ വേണമെങ്കിൽ അവിടുന്ന് പെരിനാട് പഞ്ചായത്ത് ഭരണകക്ഷിയാണ് ഭരിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ ഇറക്കിയാൽ 2 വാർഡ് മതിയായിരുന്നല്ലോ. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. അവിടെ 2 വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത്. അതായത് ഒരു ട്രോളായൊക്കെ മാറിയത്. ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുദ്രാവാക്യം വിളിക്കും പോലെ ശരണം വിളിച്ചു എന്നുള്ളത്. പിന്നെ ഞാനുമായി ബന്ധപ്പെട്ട് ഒരു ഇങ്ങനെ കൈ പൊക്കിയ സമയത്ത് അതിനെ ഒരു മുദ്രാവാക്യം വിളിച്ചു എന്നുള്ള മട്ടിലാണ്. അങ്ങനെ വന്നതിൽ തന്നെ എനിക്ക് ഖേദമുണ്ട്. സത്യത്തിൽ ഞാനൊരു പരമവിശ്വാസിയാണ്. അപ്പോൾ അങ്ങനെ വന്നതിൽ തന്നെ, അങ്ങനെ വന്നുപോയി എങ്കിൽ തന്നെ ഞാൻ അറിയാതെ വന്നു പോയതായിരിക്കും. അങ്ങനെ വന്നതിൽ തന്നെ എനിക്ക് വിഷമമുണ്ട്. അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളതാണ്. അതൊരു ഖേദമുണ്ട് എനിക്കതിൽ. സത്യത്തിൽ അത് കാണുമ്പോൾ തന്നെ എനിക്കൊരു വിഷമമുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. പിന്നെ 2018 സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ ശബരിമല അയ്യപ്പൻ്റെ പേരിൽ എന്തെല്ലാം കോപ്രായങ്ങളാണ്, മുദ്രാവാക്യം വിളിച്ച് മുദ്രാവാക്യം വിളിക്കാതെയും ഒക്കെ എന്തെല്ലാം കോപ്രായങ്ങളാണ് അത് നടന്നത്. അങ്ങനെയുള്ളവരാണ് എന്നെ കളിയാക്കുന്നത്. എത്രയോ സ്വാമിമാർ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് കൈ മുഷ്ടി ചുരുട്ടി വിളിക്കുന്നതൊക്കെ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണാൻ കഴിയും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവന, ശബരിമല കേന്ദ്രം ഏറ്റെടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എങ്ങനെയാണ്? അതൊരു സാധ്യമാണോ, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് അദ്ദേഹത്തിന് 1950 ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് അനുസരിച്ചാണ്, ഒരു കവനന്റ് മുഖാന്തരമാണ് ഇത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ആധികാരികമായി അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞതൊരു അപകടകരമായ സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം ശബരിമല ഏറ്റെടുത്തു പോയാൽ അതുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഏതാണ്ട് 1241 ക്ഷേത്രങ്ങളുണ്ട്. അതിൽ 42 ക്ഷേത്രമുണ്ട്. അതിൽ 50-ൽ താഴെ ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വയം പര്യാപ്തമായിട്ടുള്ളത്. 40,000 കുടുംബങ്ങൾ ഡയറക്റ്റായും ഇൻഡയറക്റ്റായും സാമ്പത്തിക സുരക്ഷിതത്വ ബോധത്തോടെ കഴിഞ്ഞു പോകുന്ന ഒരു ഫാമിലിയാണ്, ഒരു ആത്മീയ സ്ഥാപനമാണ് ഈ സ്ഥാപനം. അപ്പോൾ തകർക്കുക എന്നുള്ളതല്ലേ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടൊപ്പം തന്നെ മറ്റ് ക്ഷേത്രങ്ങളും പൂട്ടിക്കുക എന്നുള്ളതല്ലേ ഈ ഒരു ഡയലോഗിൻ്റെ ഉദ്ദേശം? ആഗോള അയ്യപ്പ സംഗമം നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് പങ്കാളിത്തം കുറവായിരുന്നു എന്നുള്ളതാണ്. ഈ കൃത്യം എണ്ണം ബോർഡ് എടുത്തിട്ടുണ്ടോ? നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്, ഒരു കോൺക്ലേവിൽ അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ പ്രൗഢിയോടുകൂടി അക്കാഡമിക് സെഷനുകൾ നടക്കണമെന്നില്ല. കാരണം അക്കാഡമിക് സെഷനിലാകുമ്പോൾ ആ തരത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ മാത്രമേ അവിടെ പോവുകയുള്ളൂ. മാത്രമല്ല, ഇത് ഒരേ സമയത്ത് 3 വേദികളിലാണ്. ആ വേദിയിൽ ഒരു 500-600-500-ലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ഉദ്ഘാടനം നടന്ന വേദിയിൽ മാസ്റ്റർ പ്ലാനിൻ്റെ ചർച്ച നടക്കുമ്പോൾ ഒരു 500-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. 500-600 ആളുകളുണ്ടായിരുന്നു. സ്പ്ലിറ്റായി അങ്ങ് പോയി. പിന്നെ ഉച്ച സമയമാണ്. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടായ കാര്യമാണ്. അപ്പോൾ ഉദ്ഘാടന സമ്മേളനം പോലെ നിറഞ്ഞ വേദിയിൽ ആളുണ്ടായിരുന്നില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. പക്ഷേ അതല്ലാതെ ഞങ്ങൾക്കിപ്പോൾ ഞാൻ പറയുന്ന ആൾ നിറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ, പെരിനാട് പഞ്ചായത്ത് ഭരിക്കുന്നത് കേരള ഗവൺമെൻറ് ഭരിക്കുന്ന പാർട്ടിയാണ്. നിറയ്ക്കുക എന്നുള്ളതല്ലല്ലോ പ്രശ്നം. ആഗോള അയ്യപ്പ സംഗമം വലിയ വിജയമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ക്യാമറമാൻ റംശശിക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസിന്റെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ, വിശദാംശങ്ങളിലേക്ക് കടക്കാൻ പ്രശാന്ത് കൃഷ്ണ നമുക്ക് ഒപ്പമുണ്ട്. പ്രശാന്ത്, ഈ മുഷ്ടി ചുരുട്ടിയുള്ള ശരണം വിളി അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കപ്പെട്ടിരുന്നു. വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പരിഹാസം ഉണ്ടായിരുന്നു. ഒരു യഥാർത്ഥ വിശ്വാസിയാണോ ഇങ്ങനെയെന്ന്. പക്ഷേ ഞാൻ പരമമായൊരു വിശ്വാസിയാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് PS പ്രശാന്ത് അക്കാര്യങ്ങളിൽ ഖേദപ്രകടനം നടത്തുന്നത്. ഏത് തരത്തിലാണ് ഈ സമൂഹ മാധ്യമങ്ങളിലെ ഉൾപ്പെടെ ചർച്ചകളോടുള്ള അദ്ദേഹത്തിന്റെ കൂടുതൽ പ്രതികരണങ്ങൾ? സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ പ്രചരണമാണ്. പ്രത്യേകിച്ചും സംഘപരിവാർ ഗ്രൂപ്പുകളിലെല്ലാം തന്നെ വലിയ പ്രചരണമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം വിശ്വാസി അല്ലെന്നും മാത്രമല്ല മുദ്രാവാക്യം വിളിക്കും പോലെ മുഷ്ടി ചുരുട്ടി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുമെന്നുമുള്ള
വലിയ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ താൻ വിശ്വാസിയാണ് എന്നത് മാത്രമല്ല, അത് തനിക്ക് സംഭവിച്ച ഒരു പിഴവാണ്, അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ പോലും താൻ അസ്വസ്ഥനാകുന്നു. അദ്ദേഹത്തിനുള്ള ആ ബുദ്ധിമുട്ടാണ് അദ്ദേഹം ഈ ഖേദപ്രകടനത്തിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും തന്നെ ലക്ഷ്യമിട്ട് വ്യക്തിപരമായും രാഷ്ട്രീയപരമായുമുള്ള ആക്രമണം നടക്കുന്നു എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഈ വിഷയത്തിൽ ഒരു ഖേദപ്രകടനം നടത്തിയത്. ഇത് തന്നെ അറിയാതെ സംഭവിച്ചു പോയതാണ്. ആ സമയത്ത് താൻ ഒന്നും ഓർക്കാതെ അറിയാതെ കൈ ഉയർന്നു പോയതാണ്, അങ്ങനെ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് PS പ്രശാന്ത് തുറന്ന് സമ്മതിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം വിശദീകരിച്ചത്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശബരിമല കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കും എന്ന ഒരു പ്രസ്താവന നടത്തി. ഇത് വളരെ അപകടകരമായ പ്രസ്താവനയാണ്. കാരണം ശബരിമല ക്ഷേത്രത്തെ ആശ്രയിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ 1200-ലധികം ക്ഷേത്രങ്ങൾ കഴിയുന്നത്. 40ഓളം ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വയം പര്യാപ്തമായുള്ളത്. 40,000-ഓളം കുടുംബങ്ങൾ നേരിട്ടും അല്ലാതെയും ജീവിക്കുന്നത് ഹിന്ദു കുടുംബങ്ങൾ ജീവിക്കുന്നത് ഈ ശബരിമലയെ ആശ്രയിച്ചാണ്. അപ്പോൾ അതിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ദേവസ്വം ബോർഡിനെയും മറ്റ് ക്ഷേത്രങ്ങളെയും തകർക്കുക എന്നതാണ് സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ലക്ഷ്യം അതാണ്. മാത്രമല്ല, ഇത് കേന്ദ്രം ഏറ്റെടുക്കുമെന്ന് സുരേഷ് ഗോപി പറയുന്നത് ഈ ദേവസ്വം ബോർഡ് രൂപീകൃതമായ കവനന്റ് ആ നിയമം അറിയാത്തത് കൊണ്ടാണ് എന്ന് PS പ്രശാന്ത് പറയുകയാണ്. മറ്റൊരു കാര്യത്തിൽ ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ ശേഷം അദ്ദേഹം ആദ്യമായി നടത്തിയ വിശദീകരണം ഈ കണക്കുമായി ബന്ധപ്പെട്ടാണ്. ഉദ്ഘാടന സമ്മേളനത്തിൽ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതിനുശേഷം 3 സെഷനിലായി വേദിയിൽ നടന്നെടുത്ത് അത്രയും പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്നത് പരമാർത്ഥമാണ് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയാണ്. ഇത് പറയുമ്പോഴും ഭരിക്കുന്ന സർക്കാരിന് CPM-ന് ഒരു സമ്മേളനത്തിൽ ആളെ കയറ്റണമെങ്കിൽ, ആളെ കൊണ്ടുവരണമെങ്കിൽ ഒരു പഞ്ചായത്തിലെ 2 വാർഡിലെ ആളുകളെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ആൾ നിറയ്ക്കുകയല്ല, അതിനപ്പുറം അവിടെ ചർച്ച ചെയ്ത വിഷയങ്ങൾ, ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രാധാന്യം നൽകുകയാണ് ചെയ്തത്. അതിൽ താല്പര്യമുള്ളവർ അതിൽ പങ്കെടുക്കുകയാണ് ചെയ്തത് എന്നതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിശദീകരിക്കുന്നത്. ഏതായാലും ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ചതിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയാണ്. സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. ആമുഖ പ്രസംഗത്തിലായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ശരണം വിളിച്ചത്. ആ ശരണം വിളിക്കിടയിൽ കൈ ഉയർത്തി അത് മുദ്രാവാക്യം വിളിക്കുന്ന സ്വഭാവമായി എന്ന വ്യാപകമായ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഖേദപ്രകടനം. അതേസമയം തന്നെ ഇപ്പോൾ ഈ വിമർശിക്കുന്നവർ ശബരിമലയുമായി ബന്ധപ്പെട്ട ശബരിമലയുമായി ബന്ധപ്പെട്ട യുവതീ പ്രവേശന കാലത്ത്, പ്രക്ഷോഭകാലത്ത് അയ്യപ്പന്റെ പേരിൽ കോപ്രായം കാട്ടിയവരാണ് എന്ന വിമർശനവും PS പ്രശാന്ത് ഉന്നയിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.